നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത യാത്ര എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള എവല്യൂഷനാണ്. ഞാൻ എവിടെ എത്തിച്ചേർന്നു, ഇതാണ് യഥാർത്ഥത്തിൽ പരിണാമം എന്ന് പറയുന്നത്. ഞാൻ എത്തിയിട്ടുള്ള ക്യാരക്ടറിൻ്റെ ലെവൽ, എത്രത്തോളം ഞാൻ നിസ്വാർത്ഥനായി, എത്രത്തോളം ആ നിസ്വാർത്ഥത എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്നേഹമായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി, വെറുപ്പ്, അസൂയ, അസഹിഷ്ണുത, ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി ഇല്ലാണ്ടായി. ഇതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള എവല്യൂഷൻ, യഥാർത്ഥത്തിലുള്ള നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എത്തി അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ജ്ഞാനം, നമ്മൾ എത്തിച്ചേർന്ന ജ്ഞാനം അറിയാതെ എക്സ്പ്രസ്ഡ് ആവുന്നു. നമ്മൾ ശ്രദ്ധ എന്നുള്ള ഒരു പദത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതറിയാതെ എക്സ്പ്രസ്ഡ് ആവും എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ഈ ലോകത്തിൽ ജനറലി നമ്മൾ കാണുന്നത് മനുഷ്യർ സമ്പത്തിലേക്കും സ്ഥാനത്തിലേക്കും എല്ലാം അട്രാക്റ്റഡാണ്. അതാണ് മനുഷ്യ സ്വഭാവം. കാരണം ഉണർന്നിരിക്കുന്ന ജീവിതമാണ് നമ്മൾ യഥാർത്ഥ ജീവിതം എന്ന് കരുതുന്നത്. ഇവിടെ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് നമ്മൾക്ക് മാക്സിമം പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഏതൊരു സ്പിരിച്വലായിട്ടുള്ള ആശയവും തുടങ്ങുമ്പോൾ അതിൽ സ്പിരിച്വാലിറ്റി ആയിരുന്നു. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്യുന്നത്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള വളർച്ചയിലാണ്. ഒരു ചെറിയൊരു തലത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അപ്പോൾ വളരെയധികം അവേക്കൻ്റായിട്ട് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നു, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അത് ക്രമേണ വളരുന്നു. അപ്പോൾ അവിടെ താമസ സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിൽ നിന്നും ഒരു ബിസിനസ് സ്ഥാപനം ഉടലെടുക്കും ക്രമേണ 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 ക്രമേണ. പിന്നെ ആൾക്കാർ അട്രാക്റ്റ് ചെയ്യുന്നത് ബിസിനസ്സാണ്, അതിൽ നിന്ന് വരുമാനമാണ്. സർവഗുണ കാഞ്ചനമാശ്രയന്തി എന്ന്
അച്ഛൻ പറയാറുണ്ട്. എല്ലാം അവസാനം പൈസയുടെ മുകളിലാണ്. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും ആകർഷിക്കപ്പെടുന്നത് പുറംമോടിയിലാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രം ചെറുതായിരിക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ പോകും. പക്ഷേ ചിലർക്ക് അതിൽ നിന്ന് എന്തൊക്കെയോ ബെനിഫിറ്റ് കിട്ടി. ആക്സിഡൻറ്റിലാവാം, അല്ലെങ്കിൽ ഡിവൈനായിട്ട് ഹെൽപ്പായിരിക്കാം. അപ്പോൾ അതിന് കഥകളുണ്ടാക്കുന്നു, ആൾക്കാർ അവിടേക്ക് വരുന്നു, ക്രമേണ അത് വലുതാവുന്നു. പിന്നെ അവിടെയുള്ള സമ്പദ് സമൃദ്ധികളിലാണ് ആൾക്കാർ വരുന്നത്. പിന്നെ കഥകൾ ഉണ്ടാക്കാൻ ആൾക്കാരായി, പുതിയ പുതിയ കഥകൾ വരാൻ തുടങ്ങും. അങ്ങനെ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു സ്ഥാപനമായിട്ട് മാറും. സ്പിരിച്വൽ മൂവ്മെൻറ്റ്സും അങ്ങനെയാണ്. നമ്മൾ ക്രിസ്ത്യാനിറ്റി എടുത്ത് നോക്കിയാൽ അറിയാം, ഇസ്ലാം എടുത്ത് നോക്കിയാൽ അറിയാം, സിഖിസം എടുത്ത് നോക്കിയാൽ അറിയാം, സനാതനധർമ്മം എടുത്ത് നോക്കിയാൽ അറിയാം. സനാതനധർമ്മത്തിലെ പല ആശ്രമങ്ങളും പ്രസിദ്ധി ആർജിച്ചത് അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാരണം. ബുക്ക് ഓഫ് മിർദാദ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, വായിക്കേണ്ടതാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ആ വളർച്ച ശരിക്കും പലപ്പോഴും ആന്തരികമായിട്ടുള്ളൊരു കോട്ടത്തിൻ്റെ ലക്ഷണമാണെന്ന് കൂടി തോന്നും. പുറമേ എക്സ്പ്രസ് ചെയ്യുന്നത് ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ അറിയാം. മഹാത്മാഗാന്ധിജിയുടെ ആധ്യാത്മികമായിട്ടുള്ള ഫിലോസഫി, സത്യാഗ്രഹം, സത്യത്തിലേക്ക് വരിക, എല്ലാവരും ഇൻഡിവിജ്വലായിട്ടുള്ള സ്വരാജ്യം, അതായത് സെൽഫ് ഡിപ്പെൻഡൻസ്, ആത്മാവിലുള്ള ഡിപ്പെൻഡൻസ് എത്തിച്ചേരണം, ഇൻഡിവിജ്വൽ തലത്തിലുള്ള വളർച്ച. അതിലേക്കുള്ള മാർഗമാണ് അഹിംസ. ഹിംസയില്ലാത്തൊരു ജീവിതം, മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം അഹിംസാത്മകമാണ്. അഹിംസയുടെ ഡൊമെയിൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. സ്നേഹം, അതാണ് അഹിംസ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള അഹിംസ അപ്രാപ്യമാണ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഉയരും തോറും നമ്മളുടെ ദർശനം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് സർവോദയം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ലോകസംഗ്രഹത്തിനായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പ്രവർത്തിക്കും. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറുകയാണ്. ഞാൻ ഇൻസ്ട്രുമെൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്നേഹത്തിന് ഇൻസ്ട്രുമെൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. വിഷമം ഉള്ള ആൾക്കാർ വിഷമം മാറുന്നത് കാണാം, പെട്ടെന്ന് ക്രൈസിസ് ട്രാൻസെൻഡ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ മിറക്കിൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ അട്രാക്റ്റീവ്. കാരണം വരാനുള്ള കാരണം മെറ്റീരിയലാണ്. മെജോറിറ്റി ആൾക്കാർ, ഗാന്ധിജിയുടെ അടുത്ത ആൾക്കാർ വന്നു, രാഷ്ട്രീയമായിട്ടുള്ള ഡെഫിനറ്റായിട്ട് പ്രയോജനം കിട്ടി ആ മൂവ്മെൻറ്റിൽ നിന്ന്. പക്ഷേ നമ്മൾക്ക് സമ്പദ് സമൃദ്ധി വന്നു ചേർന്നപ്പോൾ ഇനി അതിന് റിലവൻസ് ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ച് തള്ളിക്കളയുന്നത്. മെറ്റീരിയലായിട്ട് ഡെവലപ്മെൻറ്റ് സ്പിരിച്വലായിട്ടുള്ള ആ തത്വത്തിനെ ഒതുക്കിക്കളയുന്നു. അത് നമ്മുടെ ജീവിതത്തിലും കാണാം, ഇൻഡിവിജ്വൽ ജീവിതത്തിലും കാണാം. സ്പിരിച്വലായിട്ട് നമ്മൾ വളരുമ്പോൾ നമ്മളുടെ സ്വഭാവ ഗുണം കാരണം ചിലപ്പോൾ ആൾക്കാർ വരുന്നു, പേരും പ്രശസ്തിയും വരുന്നു, ചിലപ്പോൾ ആരാധ്യരാകുന്നു, ആൾക്കാർ വന്ന് തൊഴാൻ തുടങ്ങുന്നു. അതോടുകൂടിയിട്ട് അഹംഭാവം വരും. അതോട് സ്പിരിച്വൽ പ്രോസസ്സ് ഇൻഡിവിജ്വൽ തലത്തിൽ വീഴ്ച സംഭവിക്കുന്നു. അതിനാണ് സറ്റാനായി മാറുന്നത്. ഇത് ഗ്രൂപ്പായാലും ഇൻഡിവിജ്വലായിട്ട് ഇത് കാണുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേണ്ടത് സ്പിരിച്വലായിട്ട് ഉയരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം ഒരിക്കലും കുറയാതെ ഉള്ള മെറ്റീരിയൽ ഡെവലപ്മെൻറ്റാണ് എന്നാണ് തോന്നുന്നത്. മെറ്റീരിയലായിട്ട് വളരും തോറും സ്പിരിച്വലായിട്ട് വളർന്നുകൊണ്ടിരിക്കണം. ഭഗവത്ഗീതയിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള അശ്വത്ഥ വൃക്ഷത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ അസംഗശസ്ത്രേണ ഇത് മുറിക്കണം, അസംഗം എന്ന ശസ്ത്രം ഉപയോഗിച്ചിട്ട് അത് മുറിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ പരമപുരുഷനിലും അഭയം പ്രാപിക്കണം. അപ്പോൾ ഇവിടെ ഉള്ളതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട്, മെറ്റീരിയൽ തലത്തിൽ വിട്ട് കളഞ്ഞിട്ട് ത്യാഗം. ഇപ്പോൾ പല ഫിലോസഫി ഇതൊക്കെ വ്യർത്ഥിയോടാണ്, ഈ ശരീരം മോശമാണ്, ഈ ലോകം മോശം, വ്യർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ സ്പിരിച്വാലിറ്റിയാണ് മാത്രം, അങ്ങനെ ഒരു ലോകം ഇല്ല. അതൊരു മിഥ്യാധാരണയാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടേ വരും. സ്വപ്ന ലോകത്തിൽ ജീവിച്ച പോലെ ജീവിച്ചിട്ട് തിരിച്ചു കൊണ്ടേ വരും, എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ അത് മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഈ ജീവിതത്തിൽ തന്നെ ചെയ്തുകൂടെ. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ എഫക്റ്റ് ഇവിടെ വരുമ്പോൾ അശ്വത്ഥ വൃക്ഷം, ഇൻവേർട്ടർ അശ്വത്ഥ വൃക്ഷം മുകളിലുള്ള പോലെ തന്നെ മാറും. എവിടുന്നാണോ അതിൻ്റെ ഊർജ്ജം വരുന്നത്, സ്നേഹത്തിൻ്റെ സ്രോതസ്, ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായി മാറുന്നു ഈ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ഓരോ ബ്രാഞ്ചും ഓരോ ഇലയും. അപ്പോൾ ഇവിടെയുള്ള മെറ്റീരിയൽ മാറ്റർ ആയാലും ചെടികളായാലും മരങ്ങളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും എല്ലാവരും സ്നേഹം തുളുമ്പുന്ന തരത്തിൽ ഹാർമണി, പ്രപഞ്ച ഹാർമണിക്ക് വർക്ക് ചെയ്യുന്ന തരത്തിലൊരു ലോകം വരും. എല്ലാവരും ആ മൂവ്മെൻറ്റിലാണ്. ആ ഒരു
ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും, പക്ഷേ അതിലെല്ലാം നമ്മൾ ആകർഷിക്കേണ്ടത്, ഓരോരുത്തരും ആകർഷിക്കപ്പെട്ട് പിന്നെയും മുന്നോട്ട് പോവുക. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള വളർച്ച വരും, അതിനുള്ള അറിവുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ശാസ്ത്രജ്ഞരെ നോക്കിയാൽ അറിയാം, ശാസ്ത്രജ്ഞന്മാരുടെ തുടക്കക്കാരെല്ലാവരും സ്പിരിച്വലായിരുന്നു. പിന്നീട് അത് ലഭിച്ച ആൾക്കാർ അത് മെറ്റീരിയലാക്കി മാറ്റി. ബിസിനസ് സ്ഥാപനങ്ങൾ തുടക്കത്തിൽ സ്പിരിച്വലായിരുന്നു, പിന്നീട് അത് മെറ്റീരിയലാക്കി മാറ്റി, പിന്നെ സ്വത്ത് തർക്കമായി. ഇത് മാറിയിട്ട് നമ്മൾ വളരും തോറും നമ്മുടെ ക്യാരക്ടറിൽ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഹൃദയം നിറഞ്ഞ് പ്രവർത്തിക്കാൻ, ഹാർട്ട്ഫുള്ളായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് ദാജിയുടെ സന്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ലോകത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും എവിടെയും തടസ്സം ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.